ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ലേൺ വിത്ത് മീ. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. +1 സ്റ്റുഡൻസിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സെപ്റ്റംബറിൽ +1 സ്റ്റുഡൻസിൻ്റെ എക്സാമാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം നമുക്ക് ഒട്ടും സമയമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇനി തൊട്ട് പ്രീവിയസ് ഇയർ സൊല്യൂഷൻസ്, ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആണ്. അപ്പോൾ ഫോക്കസ് ഏരിയ ഇതിൽ 5 പോർഷനാണ് നമുക്ക് മെയിനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും ഇത് പഠിക്കണം, ഉറപ്പായും ചോദിക്കുന്നതാണ്. ഇത് ലോ ആരുടെയാണ് എന്നത് ഉറപ്പായും 1 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഈ ലോ ആരുടെയാണ്? ജോസഫ് പ്രൗസ്റ്റ്. മറക്കരുത്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആരുടെ ലോയാണ്? ജോസഫ് പ്രൗസ്റ്റ്. അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ ബൈ മാസ്. ഒന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം, അതിൽ നിന്ന് നമുക്ക് നല്ലപോലെ മനസ്സിലാവും. നമുക്കിപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കോമ്പൗണ്ട് H2O എന്താണ്? വാട്ടർ. അപ്പോൾ വാട്ടർ നമുക്ക് എടുക്കാം. ഈ വാട്ടർ എന്ന് പറയുന്നത് പൈപ്പിൽ നിന്നെടുത്താലും മഴവെള്ളം എടുത്താലും അതേസമയം കിണറിൽ നിന്നെടുത്താലും വാട്ടറിൻ്റെ കമ്പോണൻസോ കോമ്പൗണ്ടോ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമുക്കത് വെച്ച് നോക്കാം. ഈ സെയിം കോമ്പൗണ്ട് ഇപ്പോൾ H2O ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെൻറ്റ്സ്. എപ്പോഴും സെയിം എലമെൻറ്റുകളെ കാണാറുള്ളൂ. H2Oയിൽ ഏതൊക്കെ എലമെൻറ്റ്സ്? ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും ഉള്ളൂ. എങ്ങനെ വാട്ടർ എടുത്താലും അവരെ കാണും. കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ ബൈ മാസ്. അവരുടെ മാസുകൾ തമ്മിലൊരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും ഇരിക്കുക. അതൊരിക്കലും ചേഞ്ച് ആകാൻ പോകുന്നില്ല. എവിടെ നിന്ന് ആ കോമ്പൗണ്ട് എടുത്താലും ആ റേഷ്യോ സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ നമുക്ക് H2O നോക്കാം. എച്ചിൻ്റെ മാസ് എത്രയാണ്? 1. അപ്പോൾ 2 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ റേഷ്യോ 2. ഓക്സിജൻ 16 സോ 2:16. അത് വെട്ടിക്കുറയ്ക്കുമ്പോൾ 1:8 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവരുടെ റേഷ്യോ. ഇത് എവിടെ നിന്നെടുത്താലും എങ്ങനെ വന്നാലും ഈ കോമ്പൗണ്ടിൻ്റെ കോമ്പോസിഷനോ ഇവരുടെ പ്രൊപ്പോർഷനോ ഒരിക്കലും മാറില്ല. അതാണ് ഇദ്ദേഹം ജോസഫ് പ്രൗസ്റ്റ് ഈ ലോ വഴി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ലോയിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ലോയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് ആരുടെയാണ്? ജോൺ ഡാൾട്ടൺ. പഠിക്കുക, ആരുടെയാണ്? ജോൺ ഡാൾട്ടൺ. അപ്പം ഇദ്ദേഹം എന്താണ് പറയുന്നത്? ഇഫ് 2 elements ക്യാൻ കമ്പൈൻ. ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. 2 എലമെൻറ്റ്സ് എടുത്തു. 2 elements can combine to form. ഇവരെ തമ്മിൽ കമ്പൈൻ ചെയ്താൽ മോർ ദാൻ 1 കോമ്പൗണ്ട് ഉണ്ടാവാം അല്ലേ? ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാകും. അടി കണ്ടില്ലേ? ഹൈഡ്രജനും ഓക്സിജനോട് ചേർന്ന് ആദ്യം എന്തുണ്ടായി? വാട്ടർ ഉണ്ടായി. പിന്നെ അവരെ തന്നെ റിയാക്ട് ചെയ്യാൻ നമുക്ക് വേറെ എന്ത് കിട്ടും? ഹൈഡ്രജൻ പെറോക്സൈഡും കിട്ടും. അങ്ങനെ പല പല കോമ്പൗണ്ട്സ് നമുക്ക് കിട്ടാം. അങ്ങനെയാണെങ്കിൽ ദ ഡിഫറെൻറ്റ് മാസസ് ഓഫ് വൺ ഓഫ് ദ എലമെൻറ്റ് ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദ അതർ എലമെൻറ്റ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഹൈഡ്രജൻ്റെ 2 മാസ് സെയിം ആണ്, 2 gram 2 gram. പക്ഷേ എന്തിലേ വ്യത്യാസമുള്ളൂ? ഓക്സിജൻ ആദ്യത്തെ കേസിൽ എത്ര ഗ്രാമാണ്? 16 ഗ്രാമാണ്. രണ്ടാമത്തെ കേസിൽ 32 ഗ്രാമാണ്. അതാണ് ഡിഫറെൻറ്റ് മാസസ്. ഓക്സിജൻ ഡിഫറെൻറ്റ് മാസസ് ആണ്. വൺ ഓഫ് ദ എലമെൻറ്റ് ക്യാൻ കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദ അതർ. ഫിക്സഡ് മാസ് ഉള്ള ആരാണ്? ഹൈഡ്രജൻ. അവരുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടുന്നത് ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇവർ തമ്മിൽ ചെയ്ത് നമുക്ക് എക്സാമ്പിൾ കാണാം, അപ്പോൾ മനസ്സിലാവും. ഞാനിവിടെ ഹൈഡ്രജനും വാട്ടറോട് ചേർന്ന് ഹൈഡ്രജനും ഓക്സിജനോട് ചേർന്ന് എന്താണ് ഉണ്ടാവുന്നത്? വാട്ടറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കിയാൽ ഓക്സിജൻ 16 ഗ്രാമാണ്. 16ഉം 2ഉം ചേർന്ന് എത്ര ഗ്രാം വാട്ടർ ഉണ്ടായി? 18 ഗ്രാം വാട്ടർ ഉണ്ടായി. അടുത്ത കേസിൽ 2 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനും ചേർന്ന് എന്തുണ്ടായി? 34 ഗ്രാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടായി. H2O2 ഉണ്ടായി. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോയുടെ പ്രത്യേകത എന്തായിരിക്കും? 16:32. ഈ 16:32 എവിടെ നിന്നാണ് വന്നത്? മനസ്സിലായി? ഓക്സിജൻ്റെ മറ്റേത് സെയിം ആണല്ലോ ഹൈഡ്രജൻ. അപ്പോൾ ഓക്സിജൻ്റെ 16 ഗ്രാമും മറ്റേ ഓക്സിജൻ്റെ 32 ഗ്രാമും അതാണ് കമ്പൈൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 16:32. പിന്നെ രണ്ടിനെയും 16 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1:2 എന്ന് കിട്ടും. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ എപ്പോഴും ഉണ്ടായിരിക്കും. ഇതാണ് ജോൺ ഡാൾട്ടൺ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വഴി പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എന്താണ്? ഒരു ആറ്റത്തിൻ്റെ മാസിനെ എന്തെന്ന് പറയാം? അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻ്റ് എന്ന് പറയാം.
എന്താണ് അറ്റോമിക് മാസ് എന്താണ് ഈസ് ആൻ മാസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ മാസ് എത്രയാണോ അതിന് അറ്റോമിക് മാസ് എന്ന് പറയും. അതിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് AMU ഇല്ലായിരിക്കും. AMU എന്ന് വെച്ചാൽ അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ അറ്റോമിക് മാസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതും എഴുതണം, AMUവിൻ്റെ കാര്യവും കൂടെ എഴുതണം. അപ്പോൾ AMU എന്തായിരിക്കും? ഇറ്റ് ഈസ് മാസ് ഈക്വൽ ടു 1/12 ദ മാസ് ഓഫ് എ C12 ആറ്റം. ഇപ്പോൾ ജസ്റ്റ് C12 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ സിയിൽ നിന്നും ഒരു പീസ് എനിക്ക് വേണം എന്ന് വിചാരിക്കുക, ഒരു ഭാഗം എനിക്ക് വേണം. അപ്പോൾ CA എത്രയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും? 12 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ഭാഗം വേണമെങ്കിൽ എത്ര ഡിവൈഡ് ചെയ്യണം? 12 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരെണ്ണം മതി എനിക്ക്. അപ്പോൾ 1/12. മനസ്സിലായോ? അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? ഈ കാർബൺ 12 ആറ്റത്തിൻ്റെ C12ൻ്റെ മാസിൻ്റെ 1/12 ഒരു ഭാഗം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ മാർക്കിന് ഒത്തിരി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത്ര എഴുതിയാൽ മതി. 1 AMU ഈക്വൽ ടു 1/12 മാസ് ഓഫ് C12. അതിനെ നമുക്ക് 1.66 × 10⁻⁻24 ഗ്രാം എന്നും എഴുതാം, അല്ലെങ്കിൽ ഈക്വൽ ടു 1 U എന്നും എഴുതാം. ഇപ്പോൾ യു എന്ന് വെച്ചാൽ യൂണിഫൈഡ് മാസ്. ഇപ്പോൾ AMUവിന് പകരം U എന്ന് നമുക്ക് എഴുതാറുണ്ട്. സോ അറ്റോമിക് മാസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡെഫിനിഷൻ കൊടുക്കുക. ഉറപ്പായിട്ടും AMUവിൻ്റെ കാര്യം 1/12 മാസ് ഓഫ് C12 ആറ്റത്തിൻ്റെ കാര്യം കൂടി പറയുക. നെക്സ്റ്റ് മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് എന്താണ്? ഒരു മോളിക്യൂൾ കാണും. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കുറച്ച് എലമെൻറ്റ്സ് എല്ലാം കൂടി ഉള്ളതാണ് ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് H2SO4, അതിൽ H ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ സമ്മാണ്. എന്തിൻ്റെ സം? ഇവരുടെ എല്ലാം മാസിൻ്റെ അറ്റോമിക് മാസിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മോളിക്കുലർ മാസ് എന്ന് വിളിക്കുക. നമുക്കൊരു പ്രോബ്ലം കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ H2SO4, Hൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1. അപ്പോൾ H 2 എണ്ണം ഉള്ളതുകൊണ്ട് 1 × 2 2 എഴുതും. അപ്പോൾ അടുത്ത ആളിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്ലസ് ചെയ്യും. പ്ലസ് സൾഫർ എത്രയാണ്? 32 ആണ്. സൾഫർ ഒന്നേ ഉള്ളൂ, സോ 32. പ്ലസ് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ ഓക്സിജൻ എത്രയാണ്? 16 ആണ്. അപ്പോൾ ഇവിടെ 4 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 16 × 4 64 എന്ന് കിട്ടും. ഇതിനെ മൂന്നിനെയും കൂടി നമ്മൾ സം ചെയ്താൽ, ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 98 U. യൂണിഫൈഡ് മാസാണ് 98 U എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഒരു കോമ്പൗണ്ട് തന്നാൽ അതിൻ്റെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും മാസുകൾ തമ്മിൽ സം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ഇത്രയും ഡെഫിനിഷനും പ്രോബ്ലംസ് ഉറപ്പായിട്ടും ചോദിക്കും. ഒരു കോമ്പൗണ്ട് എന്നിട്ട് അതിന് മോളിക്കുലർ മാസ് ചെയ്യാൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ, മോൾ കൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ്. ഒരു മോൾ എന്താണെന്ന് മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട്. ഡിഫൈൻ 1 മോൾ. 1 മോൾ എന്താണ്? is the amount of substance contains 6.022 × 10⁻23 atom. ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൽ എന്ത് കാണും? എത്ര ആറ്റം കാണും? 6.022 × 10⁻23 ആറ്റം അതിൽ കാണും. ഈ നമ്പറിന് വേറൊരു പേരുണ്ട്, അവോഗാഡ്രോ നമ്പർ ഓർ NA എന്നും പറയും. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഡിഫൈൻ 1 മോൾ ചോദിക്കും. അപ്പോൾ എല്ലാവരും പഠിക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കാം. ഫസ്റ്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം. ഒരു ആറ്റത്തിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ്. ഒന്നും പേടിക്കേണ്ട, നമുക്ക് ക്വസ്റ്റ്യന് തരും ഇത്ര മാസ് ഉണ്ടെന്ന് പറയും. അതാണപ്പോൾ മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ പഠിക്കണം. അപ്പോൾ അറ്റോമിക് മാസ് വെച്ച് എന്തിനാ ഗിവൺ മാസിനെ ഡിവൈഡ് ചെയ്യണം. അതേസമയം നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ ഇതൊരു ഓർഡർ പഠിച്ചാൽ മതി. നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചായിരുന്നു? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ ഈ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. അവോഗാഡ്രോ നമ്പർ എത്രയാണെന്ന് അറിയാമല്ലോ. അടുത്തത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ ഈസ് ഈക്വൽ ടു ഗ്രാം മോളാർ മാസ് ബൈ മോളാർ മാസ്. നമുക്ക് മോളാർ മാസ് ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. നാലാമതായിട്ട് ഇതേപോലെ തന്നെ നമ്പർ ഓഫ് മോളിക്യൂളാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഇപ്പോൾ മോളിക്യൂളിൻ്റെ മോൾസ് കണ്ടുപിടിച്ചു. ഇനി മോളിക്യൂളുകളെയാണ് കണ്ടുപിടിക്കുന്നത്. എന്ത് ചെയ്യണം? തൊട്ട് മോളി ചെയ്ത നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂളിനെ അവോഗാഡ്രോ നമ്പർ വെച്ച് ഇൻറ്റു ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് ഓർ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതും ഏറ്റവും ബുദ്ധിമുട്ടാണ്, പക്ഷെ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. ലിമിറ്റിംഗ് റിയേജൻ്റ് എന്താണ്? നല്ല പ്രോബ്ലംസ് ഒക്കെ തന്നിട്ടില്ല. ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ആരും കുഴയാൻ പാടില്ല. നമുക്ക് എന്താണെന്ന് പഠിക്കാം. ലിമിറ്റിംഗ് റിയേജൻ്റ് എന്താണ്? ദ റിയേജൻ്റ് വിച്ച് ലിമിറ്റ്സ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു റിയേജൻ്റാണ്. അതായത് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇവർ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ളൊരു റിയേജൻ്റാണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. ഓർ ദ റിയേജൻ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ അങ്ങ്
തീർന്നു പോകും, കൺസ്യൂംഡ് ആയി പോകും. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓർ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A + B ഗിവിങ് AB. A എത്രയുണ്ട്? 1 മോൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ 2A ആയിരുന്നു 2 മോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ A ഒറ്റയ്ക്കായതുകൊണ്ട് A എത്ര മോളുണ്ട്? 1 മോൾ. ബിയും അതുപോലെ തന്നെ എത്ര മോൾ? 1 മോളേ ഉള്ളൂ. AB എത്ര മോളേ ഉള്ളൂ? 2AB അല്ലല്ലോ, വെറും AB അല്ലേ. അപ്പോൾ എത്ര മോളുണ്ട്? 1 മോള്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം 1 മോൾ എയും 1 മോൾ ബിയും ചേർന്ന് എത്ര മോൾ AB ഉണ്ടാകും? 1 മോൾ AB ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ A 1 മോളാണ്, ബി 5 മോളാണ്, അങ്ങനെയാണ് എത്ര AB ഉണ്ടാകും. അപ്പോൾ നമ്മൾ നോക്കണം ഇതിൽ എത്ര AB ഉണ്ടാകുന്നതിനുള്ളതല്ല പ്രസക്തി, ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഓർക്കാം A 1 മോളാണ്. 1 മോളേക്ക് എത്ര മോൾ B മതി? 1 മോൾ മതി ശരിക്കും. പക്ഷെ ഇവിടെ എത്രയുണ്ട്? 5 മോളുണ്ട്. അപ്പോൾ എക്സസ് അല്ലേ, 5 മോൾ നമുക്ക് ആവശ്യമേ ഇല്ല. അപ്പോൾ ഇത് ലെഫ്റ്റായിട്ട് ഈ റിയാക്ഷനിൽ കിടക്കും. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുള്ളൂ? 1 മോളെ ആവശ്യമുള്ളൂ. 4 മോള് വെറുതെ അവിടെ ഇരിക്കും. അപ്പോൾ അത്രയും എക്സസ് ആയിട്ട് വരുന്ന ആളെയാണ് എക്സസ് റിയേജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് ആരായിരിക്കും? A ആയിരിക്കും. കാരണം അത് ആദ്യമേ കൺസ്യൂംഡ് ആയിട്ട് പോകും. അത് 1 മോളേ ഉള്ളൂ. ബി എത്ര മോളുണ്ട്? 5 മോളുണ്ട്. അപ്പോൾ നമ്മുടെ എക്സസ് ആയിട്ടിരിക്കുന്ന ആളായിരിക്കും B. ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിരിക്കും A. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ ഇനിയുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.